പി വി അൻവർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൽ നിന്നും അല്പസമയം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ശ്രീ പി വി അൻവർ, നമ്മളിപ്പോൾ ചർച്ച തുടങ്ങുമ്പോൾ യു ഡി എഫിലേക്ക് വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്നാണല്ലോ നേരത്തെ വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോൾ വാതിൽ തുറക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണോ താങ്കൾക്കുള്ളത്? പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ യു ഡി എഫിനകത്ത് കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നത്തിന് തുടക്കമിട്ട് കൊടുത്തിരിക്കുകയാണോ താങ്കൾ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. നിലമ്പൂരിൽ താങ്കളില്ല എന്ന് പറയുമ്പോഴും അവിടെ വി എസ് ജോയ് നിന്നാൽ പൂർണ്ണ പിന്തുണ എന്ന് പറയുകയും അവിടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ താങ്കൾ ഒരു നിലപാട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ വേണം എന്ന് താങ്കൾ അവിടെ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അത് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? സ്മൃതി, സ്മൃതി പറഞ്ഞത് ആ രീതിയിലല്ല പറഞ്ഞത്. ഞാനത് റിക്വസ്റ്റ് ചെയ്തതാണ്. യു ഡി എഫിന് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരിഗണിക്കണം എന്നാണ് പറഞ്ഞത്. യു ഡി എഫ് തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ എന്നാൽ കഴിയുന്ന, എന്നോടൊപ്പം നിൽക്കുന്ന ജനതയ്ക്ക് കഴിയുന്ന എല്ലാ പ്രവർത്തനവും ഞങ്ങൾ നടത്തും. ഒന്ന്, നമ്പർ 1. നമ്പർ 2, ഞാൻ പറഞ്ഞിരുന്നത് ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ 30,000-40,000 വോട്ടിന് വിജയിപ്പിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു അവസാനത്തെ മിക്കവാറും ഉപതെരഞ്ഞെടുപ്പാവാം. ആ ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫിൻ്റെ സീറ്റുകളും എൽ ഡി എഫിൻ്റെ സീറ്റുകളും നിലനിർത്തി പോകുന്നത്. ഇവിടെ എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ സൂചിപ്പിച്ച ഷൗക്കത്തിൻ്റെ കാര്യം. ഷൗക്കത്താണെങ്കിൽ ഞാൻ പ്രവർത്തിക്കും, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പ്രവർത്തിക്കും. പക്ഷേ അദ്ദേഹം ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഈ 30,000-40,000 വോട്ടിൻ്റെ പ്രവർത്തിക്കും, എന്താ സംശയം? യു ഡി എഫ് അങ്ങനെ തീരുമാനിച്ചാൽ. പക്ഷേ അദ്ദേഹം ജയിക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് 30,000-40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നോ എന്ന് എനിക്കതിൽ പറയാൻ കഴിയില്ല. എനിക്ക് പ്രവർത്തിക്കാനേ കഴിയൂ, എന്റെ ആളുകൾക്കും പ്രവർത്തിക്കാനേ കഴിയൂ. രാവിലെ പറഞ്ഞതിൽ നിന്നും അല്പം താങ്കൾ പിന്നീട് മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ? രാവിലെ പറഞ്ഞത് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, കല്യാണങ്ങളിൽ പോലും കാണാത്ത ആളാണ് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ആര്യാടൻ ഷൗക്കത്തുമായി പി വി അൻവറിനുള്ള വൈരം നാട്ടിൽ പാട്ടായ കാര്യമല്ലേ? എത്ര കാലം നിങ്ങൾക്കിടയിൽ ആ ഒരു ഏറ്റുമുട്ടൽ, വാക്തർക്കമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിന്നാലും താങ്കൾ പിന്തുണയ്ക്കുമെന്നൊരു വസ്തു പറയുമ്പോഴും ആര്യാടൻ ഷൗക്കത്തിനെതിരായ താങ്കളുടെ വികാരം കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ രാവിലെ പറഞ്ഞതിൽ നിന്നും അത് നിലപാടിപ്പോൾ മാറ്റുകയാണോ, അതോ രാവിലെ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മനസ്സിലാകാതെ പോയതാണോ? അല്ല. രാവിലെ ഞാൻ ഷൗക്കത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഷൗക്കത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, അദ്ദേഹം കഥ എഴുതുകയാണ്, അദ്ദേഹം കഥ എഴുതാൻ പോയിക്കോട്ടെ. ആ നല്ല അർത്ഥത്തിലാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളത്. ഷൗക്കത്തിനെ നിർത്തിയാൽ ഞാൻ വോട്ട് ചെയ്യില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം രാഷ്ട്രീയത്തെക്കാളും സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിലാണ്. അതുകൊണ്ട് സാംസ്കാരിക മേഖലയ്ക്ക് അങ്ങനെ ഒരാൾ നഷ്ടപ്പെടാതിരിക്കാനും അദ്ദേഹത്തിന് കൂടുതൽ കഴിവുകൾ തെളിയിക്കാനുള്ള മേഖല അതായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനുള്ള ഒരു ഇഷ്ടം കൊണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ യു ഡി എഫ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ സ്വാഭാവികമായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച എനിക്ക് അതിനെ പിന്തുണയ്ക്കുകയല്ലാതെ സ്വാഭാവികമായിട്ട് അതിനെ പ്രവർത്തിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. താങ്കളുടെ മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു. ആ മാപ്പ് സ്വീകരിച്ചതിനപ്പുറം യു ഡി എഫുമായി എന്തെങ്കിലും ചർച്ചകൾ നടന്നോ? ഇല്ല ശ്രുതി, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, യു ഡി എഫുമായി ഒരു ചർച്ച, ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വേണം, അതിൻ്റെ പാർട്ടി വേണം. ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടില്ല. DMK നിങ്ങൾക്കറിയാതെ സോഷ്യൽ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതിൻ്റെ ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ്. എൻ്റെ റെസിഗ്നേഷൻ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സ്വീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ കൽക്കട്ടയിൽ പോവും, മമതാ ബാനർജിയെ കാണും, ഞാൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കും. അപ്പോഴാണ് ഞാൻ പാർട്ടിയുടെ ഭാഗമാകുന്നത്. അങ്ങനെ പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളൊരു സെറ്റപ്പും ഇവിടെ ഈ സംസ്ഥാനത്ത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ആ ലീഡർഷിപ്പും ഇവരുമായി കൂടിയാലോചനകൾ നടത്തി ആ കൂടിയാലോചനകളുടെ ഫലമായിട്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും, പിണറായി സത്തെ താഴെ ഇറക്കാൻ ഇന്ന സംഭാവനകൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങളെ കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം
എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് ഞാൻ കൊടുക്കണ്ടേ? ആ കൊടുക്കുമ്പോഴല്ലേ UDF-ന് അത് കൺസിഡർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും പറ്റുള്ളൂ. ആ സ്റ്റേജിലേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. എത്തുമ്പോൾ നമുക്ക് ആലോചിക്കാം. ശരി, താങ്കൾ പിതാവിനെ പോലെ കരുതിയ നേതാവ് എന്നാണ് താങ്കൾ പിണറായി വിജയനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആ പിണറായി വിജയനാണ് ഇപ്പോൾ മുഖ്യ ശത്രു, അല്ലെങ്കിൽ പിണറായിസം, പിണറായി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ളതാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ താങ്കളുടെ ഫൈറ്റിന് CPM-നകത്ത് നിന്ന് തന്നെ നേരത്തെ ഒരു മന്ത്രിമാരടക്കമുള്ളവരുടെ പിന്തുണയുണ്ടായിരുന്നെന്നും താങ്കളെ ഇതിലേക്ക് തള്ളിവിട്ട ചില ആളുകളുണ്ട്, പക്ഷേ അതിപ്പോൾ പറയുന്നില്ല എന്നും പറഞ്ഞു. താങ്കളെ അങ്ങനെ കുഴപ്പത്തിൽ ചാടിച്ചതാണോ CPM-ൽ ചിലർ, പ്രത്യേകിച്ച് P ശശിക്കെതിരെ പ്രതികരിക്കുന്നതിൽ? അങ്ങനെ കുഴപ്പത്തിൽ ചാടിച്ചവർ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണോ? അവരുടെ പേര് പുറത്തു വിടേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഒരു സ്വഭാവം അനുസരിച്ച് താങ്കളത് പറയേണ്ടതാണ്. അല്ല, അതില് എന്നെ കുഴപ്പത്തിൽ ചാടിച്ചോ എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഞാനത് കുഴപ്പത്തിൽ ചാടിയതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ അറിഞ്ഞ മുറക്ക് അത് പാർട്ടിയാണതിൽ നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നത്. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് പാർട്ടി ലീഡർഷിപ്പിനോട് ഞാൻ സംസാരിച്ചത്. അവർക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങളത് പുറത്തു പറയൂ, പാർട്ടി നിങ്ങളോടൊപ്പം, ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആ ഫൈറ്റ് അങ്ങനെ മുന്നോട്ട് പോയത് നിങ്ങളൊക്കെ കണ്ടതാണ്. നിങ്ങളൊക്കെ അല്ല, ഞാൻ പറയട്ടെ, അപ്പോ ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ ഫൈറ്റ് മുന്നോട്ട് പോയി ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയാണോ ഈ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P ശശിയും അജിത് കുമാറുമാണ് ഈ എല്ലാ വിഷയങ്ങൾക്കും, കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളിൽ, സാമൂഹിക വിഷയങ്ങളിൽ, പോലീസിൻ്റെ വിഷയങ്ങളിൽ ജനങ്ങളെ ആകെ ഈ പാർട്ടിക്കും മുന്നണിക്കും എതിരാക്കുന്ന നിലപാടുകളാണ്. ആ നിലപാടുകളിൽ നിന്ന് അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മാറ്റം വരും. അതുകൊണ്ട് ഈ വിഷയങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ അവരോട് പറയുമ്പോഴാണ് അവർ നിസ്സഹായരായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൊതുസമൂഹത്തിൽ പറയുന്നത്. പിന്നെ പെട്ടെന്ന് മുഖ്യമന്ത്രി തിരിയല്ലേ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോയി കണ്ട് ഈ പരാതി കൊടുക്കുമ്പം ഒരു പക്ഷേ വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ നിരുത്സാഹപ്പെടുത്താമായിരുന്നു. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു, പത്രക്കാരുണ്ട് CM, ഞാൻ എന്ത് ചെയ്യണം? അതിനെന്താ നിങ്ങൾ പറഞ്ഞോ? നിങ്ങളൊന്ന് കരുതി പറയണം അൻവറെ, നീ ഒന്ന് സൂക്ഷിക്കണം എന്നെന്നോട് പറഞ്ഞിട്ടില്ല. ആ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്? സ്വാഭാവികമായിട്ടും എൻ്റെ ഈ മുന്നേറ്റം മുഖ്യമന്ത്രിക്ക് ആശ്വാസം നൽകുന്നുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഗ്രീൻ സിഗ്നൽ തന്നെയാണിത് എന്നാണ്. പക്ഷേ പെട്ടെന്ന് അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ ഫേസ് മാറുന്നു, സ്വഭാവം മാറുന്നു. ഈ പറയുന്ന P ശശി ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, അദ്ദേഹത്തിനെതിരെയുള്ള അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവജ്ഞയോടെ തള്ളുന്നു. ഇന്ത്യ കണ്ട നല്ല IPS ഓഫീസറാണ് അജിത് കുമാർ എന്ന് പറയുന്നത്, ഞാൻ കള്ളനാണ് എന്ന. ശരി, താങ്കൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഈ കാര്യം താങ്കൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾക്കൊപ്പം നിന്നിരുന്ന പാർട്ടിയിലെ ചില നേതാക്കൾ പിന്നീട് പിന്നാക്കം പോയി, താങ്കളെ ഇതിലേക്കൊക്കെ വലിച്ചിട്ട് താങ്കളെ കൊണ്ടെല്ലാം പരസ്യമായി പറയിപ്പിച്ചിട്ട് അവർ പിന്നാക്കം പോയി. അപ്പോൾ ആ പേരുകൾ പറയേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? ഇപ്പോൾ താങ്കൾ ഇല്ലല്ലോ, LDF-നുമായി സഹകരിക്കുന്നില്ലല്ലോ, താങ്കൾ പുറത്തു വന്നല്ലോ, ഇപ്പോൾ താങ്കൾ സ്വതന്ത്രനാണ് എല്ലാ അർത്ഥത്തിലും. അതിൽ എനിക്ക് പറഞ്ഞത് കൊണ്ടായിട്ട് അതുകൊണ്ടൊരു പ്രത്യേക നേട്ടമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ആ മനുഷ്യരെ സംബന്ധിച്ച് 10 എന്താ പറയുക 25-50 കൊല്ലത്തെ അവരുടെ രാഷ്ട്രീയ അധ്വാനം എൻ്റെ ഒരു വാക്കുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് പിന്നെ എന്നെ പിന്തുണയ്ക്കാൻ കഴിയാതിരുന്നത് അവരുടെ ശേഷിക്കുറവാണ്. ആ ശേഷിക്കുറവിനെ ഞാനത് എന്താ പറയുക മാനുഷികമായി കൺസിഡർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ശരി, ശ്രീ P. അൻവർ, അധികം ഞാൻ നീട്ടുന്നില്ല. ഒരു ചോദ്യം, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ, താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ CPM-യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ P. ശശിയുമായി ബന്ധപ്പെട്ട്, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിലുള്ള കുറേ കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞു. പക്ഷേ അണികളിൽ CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതും വേണ്ട ഏതെങ്കിലും നേതാക്കൾ അതിൻ്റെ ഒരു സ്വാധീനം ചെലുത്താനായോ? ആരെങ്കിലും ഒരാളെ താങ്കൾക്ക് കൂടെ കൊണ്ടുവരാനായോ? അപ്പോൾ അത് ഒരു തരത്തിലും അവിടെ ഏശിയിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ? ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ നേതാക്കൾക്ക് അതിന് ശേഷിയില്ല. പിന്നെ ഈ പറയുന്ന ഈ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും അവർക്കതിന് ശേഷി ഉണ്ടാവുമോ? പക്ഷേ ശേഷിയില്ലൊരു വിഭാഗം CPM-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അവർ യഥാർത്ഥത്തിൽ ആ പാർട്ടിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ സഖാക്കളാണ്. അവരുടെ ജീവൻ കൊടുത്ത് ആ പാർട്ടിയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സഖാക്കളാണ്. അവർ ലക്ഷോപലക്ഷം വരുന്ന വോട്ടർമാരാണ്. ആ വോട്ടിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാണും.
അത് നമ്മൾ വയനാട്ടിൽ കണ്ടു, അതൊരു പക്ഷേ അങ്ങനെ വിലയിരുത്തപ്പെടില്ല. അത് പാലക്കാട് കണ്ടു, അത് ചേലക്കരയിൽ കണ്ടു, ഇനി അത് അതിലേറെ ശക്തമായി നിലമ്പൂരിൽ കാണാൻ പോകുന്നു, അത് കഴിയുമ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നു. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ആ വോട്ടാണ്. മറ്റുള്ളവർ നിസ്സഹായരാണ്, അല്ലെങ്കിൽ അവർ ശേഷിയില്ലാത്തവരാണ്. ശരി, അത് നമ്മൾ അങ്ങനെ ആ വിഷയത്തെ കാണാൻ കഴിയുള്ളൂ. ശരി. ഇനിയിപ്പോൾ താങ്കൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുന്ന ഒരു കാര്യമായിട്ട് കാണേണ്ടതുണ്ടോ? നാളെ ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയായി വരേണ്ട ഒരു സാഹചര്യം നിലമൊരുങ്ങിയാൽ താങ്കൾ വീണ്ടും നിലമ്പൂരിൽ മത്സരിക്കുമോ? അല്ല, അങ്ങനെയൊന്നും നിലവൊരുങ്ങില്ലല്ലോ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റുമായി പരമാവധി സമയം കേരളത്തിലെ മലയോര മേഖലയിലെയും അതുപോലെ തന്നെ കേരളത്തെ സാമൂഹ്യ മേഖലയിലെയും സംഘടനകളെയും ആളുകളെയും ജനങ്ങളെയും ഒക്കെ സംഘടിപ്പിച്ച് ഇതിനെ സ്വരൂപിച്ചുകൊണ്ട് UDFന് അനുകൂലമായ ഒരു വോട്ട് ബാങ്ക് ആക്കി ചിതറിക്കിടക്കുന്ന ഈ വോട്ടുകൾ അതിനെ സ്വരൂപിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളാണ് ഇനി മുന്നോട്ടുള്ളത്. ശരി, അപ്പോൾ ആദ്യം ഇനി കാണാൻ പോകുന്നത് ഒരു രാജ്യസഭാ MP ആയിട്ടാണ് PV അൻവറിനെ, അല്ലേ? അതിപ്പോ എന്താ പറയാ സ്മൃതി, ഇപ്പൊ ഈ പറയുന്ന ഈ രാജിവെച്ച അതിൻ്റെ ഒരു വാല്യൂ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി ഡെവലപ്പ് ചെയ്തൊരു കാര്യത്തിലപ്പുറം എനിക്കതൊന്നും തോന്നുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയോ അല്ലെങ്കിൽ അങ്ങനത്തെ താല്പര്യവുമായിട്ടല്ല ഇതിനെ ഇറങ്ങി തിരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് നോക്കാം. ഏതായാലും മമതയുമായി എന്നാണ് കൂടിക്കാഴ്ച? മമത എന്നാണ് കേരളത്തിലേക്ക് വരുന്നത്? എന്തെങ്കിലും ഡേറ്റുകൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇല്ല, മമത എന്തായാലും ഒരു 2 മാസത്തിൽ ഞങ്ങൾ സംഘടനാ സംവിധാനം ഒരു ഏകദേശം രൂപമായതിനു ശേഷം മാത്രമേ ദീദി കേരളത്തിലേക്ക് വരികയുള്ളൂ. അതിൻ്റെ മുമ്പ് ഈ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പ് പല ഘട്ടങ്ങളിലായിട്ട് വരികയും ഇവിടുത്തെ നമ്മുടെ മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങൾ തരികയും പ്രവർത്തക യോഗങ്ങളിലൊക്കെ സംസാരിക്കാൻ, ചിലപ്പോൾ പബ്ലിക് മീറ്റിങ്ങിലൊക്കെ സംസാരിക്കാനും സാധ്യതയുണ്ട്. വളരെ നന്ദി ശ്രീ PV അൻവർ ഈ സമയത്ത് നമ്മളോട് സഹകരിച്ചതിന്. താങ്ക് യു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.